Hello everyone, how are you all? Welcome to another video of English with Habish. So my dear friends, in this episode, നമ്മൾ actions happening now, temporary situations, pre-planned future events, annoying habits or things repeatedly happening around the present time ഇതിനൊക്കെ കുറിച്ച് പറയാൻ എങ്ങനെയാണ് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. Okay, so to create sentences for all these things, we use the formula subject plus am is are plus verb plus ing. ഇതിനെ നമ്മൾ present continuous tense എന്ന് വിളിക്കും. For example, I am going home now, he is going home now, they are going home now. See, the auxiliaries are changing according to the subjects, so we will discuss about all this in just a few minutes. So let's look at the first point. ആക്ഷൻസ് ഹാപ്പനിങ് നൗ, ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ. സോ ഇവിടെ എന്താണ് നടക്കുന്നുള്ളത്? നമ്മുടെ ജോണിക്കുട്ടൻ മൂപ്പര് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണം? ജോണി ഈസ് വാക്കിംഗ് ടു സ്കൂൾ. ജോണി കഴിഞ്ഞിട്ട് നമ്മൾ ഈസ് ആണ് ഉപയോഗിച്ചത്. കാരണം എന്താണ്? ജോണി സിംഗുലർ സബ്ജക്റ്റ് ആണ്. വേർബ് പ്ലസ് ing, വാക്കിംഗ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വാക്കിംഗ് to school. So this is very simple. അടുത്തതായി ടീച്ചർ ചോദിക്കുന്നു, ജോണി what are you doing? നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജോണി പറയുന്നു, I am writing a poem. ഞാൻ ഒരു കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സോ ഐക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലറിയാണ് am. I am writing a poem. Okay, subject plus ഇവിടെ am ആണ് plus verb plus ing. അടുത്തതായി ടീച്ചർ ചോദിക്കുകയാണ്, വാട്ട് ആർ സുശീൽ ആൻഡ് ശ്യാം ഡൂയിങ്? സുശീലും ശ്യാമും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ജോണി പറയുന്നു, സുശീൽ ആൻഡ് ശ്യാം ആർ പ്ലേയിങ് ചെസ്. സുശീലും ശ്യാമും ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ദേ ആർ പ്ലേയിങ് ചെസ് എന്നും നമുക്ക് പറയാം. സോ എന്തുകൊണ്ട് ആർ വന്നു? ബിക്കോസ് സബ്ജക്റ്റ് ഇസ് പ്ലൂറൽ, ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ട്. അടുത്തതായി നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് ടെമ്പററി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാനാണ്, താൽക്കാലിക സാഹചര്യങ്ങൾ. ജോണിൻ്റെ പാരൻസ് ഒരാഴ്ചത്തേക്കായിട്ട് ഡൽഹി വരെ പോയിട്ടാണുള്ളത്. അപ്പോൾ ടീച്ചർ ചോദിച്ചു, ജോണി വേ ആർ യു സ്റ്റേയിങ് നൗ? സോ നിന്റെ പാരൻസ് പോയിട്ടല്ലല്ലേ, നീ ഇപ്പോൾ എവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ജോണി പറയുന്നു, ഐ ആം സ്റ്റേയിങ് വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് ദിസ് വീക്ക്. ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് ഈ ആഴ്ച താമസിക്കുന്നത്. സോ ഇതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. പാരൻസ് വന്ന് അവൻ തിരിച്ച് വീട്ടിൽ പോകും. സോ ടെമ്പററി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ലെറ്റ്സ് ലുക്ക് അറ്റ് സം മോർ എക്സാമ്പിൾസ്. ഷീ ഈസ് ടേക്കിംഗ് എ ഫ്രഞ്ച് കോഴ്സ് ദിസ് സമ്മർ. അവൾ ഈ സമ്മറിൽ ഒരു ഫ്രഞ്ച് കോഴ്സ് എടുക്കുന്നുണ്ട്, ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമ്മർ കഴിഞ്ഞാൽ ആ കോഴ്സ് എൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഹി ഈസ് വർക്കിംഗ് ആസ് എ വെയിറ്റർ അൻറ്റിൽ ഹി ഫൈൻഡ്സ് എ ജോബ് ഇൻ ഹിസ് ഫീൽഡ്. അവന് പറ്റിയ ജോലി കിട്ടിയില്ല, അവൻ പഠിച്ച കോഴ്സിൻ്റെ പണി അവന് കിട്ടിയിട്ടില്ല. സോ ആ ജോലി കിട്ടുന്നവരെ അവൻ താൽക്കാലികമായിട്ട് ഒരു വെയിറ്ററായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഈസ് ടെമ്പററി. വി ആർ റെൻറ്റിങ് എ കാർ ഫോർ അവർ വെക്കേഷൻ. ഞങ്ങൾ വെക്കേഷനിൽ പോയിട്ടാണുള്ളത്. ഇപ്പോൾ ജോണീൻ്റെ പാരൻസ് വെക്കേഷന് പോയിട്ടാണുള്ളത് ഡൽഹിയിൽ. അപ്പോൾ അവിടെ അവർ ഒരു കാർ റെൻറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ വെക്കേഷൻ തീരുന്നു അപ്പോൾ കാർ തിരിച്ചു കൊടുക്കും. സോ ടു ടോക്ക് അബൌട്ട് ടെമ്പററി സിറ്റുവേഷൻസ് വി യൂസ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. അടുത്തതായി നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് പ്ലാൻഡ് ഫ്യൂച്ചർ ഇവൻസിനെ കുറിച്ച് പറയാനാണ്, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഭാവി പരിപാടികൾ. ടീച്ചർ ചോദിക്കുന്നു ജോണിനോട്, വാട്ട് ആർ യു ഡൂയിങ് നെക്സ്റ്റ് വീക്കെൻഡ്? ജോണി പറയുന്നു, ഐ ആം ട്രാവലിംഗ് ടു ദുബായ് നെക്സ്റ്റ് വീക്കെൻഡ്. ഒരാൾ ദുബായിലേക്ക് പോകണമെങ്കിൽ ഈ അടുത്ത ആഴ്ച മൂപ്പർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ലേ, ബാഗ്സ് പാക്ക് ചെയ്തിട്ടുണ്ടാവും, ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ടാവും. സോ വെൻ എവർ ദർ ഇസ് എ പ്രീ പ്ലാൻഡ് ഫ്യൂച്ചർ ഇവൻറ്റ് വി യൂസ് present continuous. ഇതിന് രണ്ട് റൂൾസ് ഉണ്ട്. ദ സെന്റൻസ് ഷുഡ് മെൻഷൻ ദ സ്പെസിഫിക് ടൈം ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഇതിൽ ഒരു സ്പെസിഫിക് ടൈം മെൻഷൻ ചെയ്യണം, എപ്പോഴാണ് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളതെന്ന്. ഇവിടെ നെക്സ്റ്റ് വീക്കെൻഡ് എന്ന് എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത വാരാന്ത്യം. സോ ഐ ആം ട്രാവലിംഗ് ടു ദുബായ് നെക്സ്റ്റ് വീക്കെൻഡ്. സോ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമുക്ക് ഫ്യൂച്ചറിൻ്റെ കാര്യം പറയണം, പക്ഷേ അവിടെ രണ്ട് റൂൾസ് ആണ് നിർബന്ധം. ഒന്ന്, സ്പെസിഫിക് ടൈം ഇൻ ദ ഫ്യൂച്ചർ പറയണം. രണ്ട്, ദർ ഷുഡ് ബി എ പെർഫെക്റ്റ് പ്ലാൻ. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം, നേരത്തെ ചിന്തിച്ചിട്ട് ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ തോന്നിയത് പറയാൻ പറ്റൂല. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഫ്യൂ മോർ എക്സാമ്പിൾസ്. ഷീ ഈസ് ഫ്ലൈയിങ് ടു പാരീസ് നെക്സ്റ്റ് വീക്ക്. അവൾ
പാരീസിലേക്ക് പറക്കുകയാണ് അടുത്ത ആഴ്ച. ഇവിടെ കണ്ടോ നെക്സ്റ്റ് വീക്ക് ഒരു ടൈം ഇൻ ദ സ്പെസിഫിക് ടൈം ഇൻ ദ ഫ്യൂച്ചർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നേരത്തെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഷീ ഈസ് ഫ്ലൈങ് എന്ന് പറഞ്ഞത്, ഷീ വിൽ ബി ഫ്ലൈങ് എന്ന് പറയാത്തത്. I am seeing the dentist on Friday. നേരത്തെ ഡെന്റിസ്റ്റിൻ്റെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. They are having a party this weekend. So നേരത്തെ കൂട്ടിയിട്ട് എല്ലാവരും വിളിച്ചിട്ട് എല്ലാവർക്കും ഇൻവിറ്റേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടാവും. He is starting a new job in June. ഓക്കെ, നേരത്തെ മൂപ്പര് ഇൻ്റർവ്യൂ ഒക്കെ പങ്കെടുത്ത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. സോ അതുപോലെ പെർഫെക്റ്റ് പ്ലാനും പിന്നെ ഒരു സ്പെസിഫിക് ടൈം ഇൻ ദ ഫ്യൂച്ചറും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ ബെസ്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. സോ ഇതുപോലത്തെ കാര്യം നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ വീഡിയോയിലും എപ്പിസോഡിലും നമ്മൾ സംസാരിച്ചായിരുന്നു. ഓക്കെ, യു ക്യാൻ ചെക്ക് ദാറ്റ് ആൾസോ. അടുത്തതായി നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് അനോയിങ് ഹാബിറ്റ്സ് ഓഫ് തിങ്സ് റിപ്പീറ്റഡ്ലി ഹാപ്പനിങ് അറൗണ്ട് ദ പ്രസൻറ്റ് ടൈം. ഇതിനെക്കുറിച്ച് പറയാനാണ്. എന്താണിത്? ലെറ്റ്സ് ലുക്ക് അറ്റ് എക്സാമ്പിൾ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ജോണീസ് കസിൻ കെയിം ടു ഇന്ത്യ ഇൻ ജൂലൈ ഡ്യൂറിങ് ഹിസ് സ്കൂൾ വെക്കേഷൻ. ഗൾഫിലത്തെ കുട്ടികൾക്കൊക്കെ NRI കുട്ടികൾക്കൊക്കെ ലീവ് ഉണ്ടാവുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ്. അപ്പോൾ അവർ നാട്ടിൽ വരുമ്പോൾ ഇവിടെ മഴക്കാലമാണ്. ഓക്കെ, സോ ജോണീൻ്റെ കസിന് ഭയങ്കര വിഷമത്തിലുണ്ടായിരുന്നു. അപ്പോൾ ജോണി ചോദിച്ചു, വാട്ട് ഹാപ്പൻ, വൈ ആർ യു സാഡ്, നീ എന്താണ് ബേജാറായിട്ട് നിൽക്കുന്നത്? അപ്പോൾ കസിൻ പറഞ്ഞു, ഇറ്റ്സ് ഓൾവേസ് റെയിനിങ് ഹിയർ ഇൻ ജൂലൈ. ഇവിടെ എപ്പോഴും ജൂലൈയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എവിടെയും പുറത്ത് പോകാൻ കഴിയുന്നില്ല. സോ ഇത് ഭയങ്കര ഒരു അനോയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതുപോലത്തെ നമ്മൾ കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. ഷീ ഈസ് ഓൾവേസ് കംപ്ലൈനിങ് അബൌട്ട് ഹർ ജോബ്. അവൾ എപ്പോഴും അവളെ ജോലിയെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അനോയ് ചെയ്യുന്നുണ്ടാവും. സോ ഹീ ഈസ് കോൺസ്റ്റൻ്റ്ലി ഇൻട്രപ്റ്റിംഗ് മീ വെൻ ഐ സ്പീക്ക്. അവൻ എന്നെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ സംസാരിക്കുമ്പോൾ, ഇത് എന്നെ അനോയ് ചെയ്യുന്നുണ്ട്. സോ അനോയിങ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ നമ്മൾക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. റിപ്പീറ്റഡ്ലി ഹാപ്പനിങ് അറൗണ്ട് ദ പ്രസൻറ്റ് ടൈം, ഈ പ്രസൻറ്റ് ടൈമിൽ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഹീ ഈസ് ഓൾവേസ് ഫോർഗെറ്റിംഗ് ടു ടേൺ ഓഫ് ദ ലൈറ്റ്സ്. ദേ ആർ റിപ്പീറ്റഡ്ലി ഷോയിങ് അപ്പ് ലേറ്റ് ഓർ ടു മീറ്റിംഗ്സ്. ഇതൊക്കെ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ആക്ഷൻസ് ഹാപ്പനിങ് നൗ, ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. ഫോർ എക്സാമ്പിൾ ജോണി ഈസ് വാക്കിംഗ് ടു സ്കൂൾ, അതായിരുന്നല്ലോ നമ്മളെ ഫസ്റ്റ് എക്സാമ്പിൾ. പക്ഷേ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്, അറൗണ്ട് നൗ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ജോണി സൈക്കിൾ ഓടിക്കാൻ പഠിക്കാൻ ഒരാഴ്ച എടുത്തു, 2 ആഴ്ച എടുത്തു, 3 ആഴ്ച എടുത്തു, 4ാമത്തെ ആഴ്ച എടുത്തു. ഓക്കെ, ഇതൊരു ഷോർട്ട് പീരിയഡിൽ നടക്കുന്ന സംഭവമല്ല. ഒരു മാസത്തെ കാലയളവിൽ അല്ലെങ്കിൽ 4 ആഴ്ച കൊണ്ട് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവങ്ങൾക്കും നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ജോണി ഈസ് ലേണിംഗ് ടു റൈഡ് എ ബൈക്ക്. കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളും, പക്ഷെ അത് കണ്ടിന്യൂസ് ആയി ചെയ്യണം. മൂപ്പരിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഈസ് ലേണിംഗ് ടു റൈഡ് എ ബൈക്ക്. അതിന് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും. ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ എക്സാമ്പിൾ. ഓക്കെ, ഇത് മെറിനാണ്, ജോണീൻ്റെ സിസ്റ്ററാണ്. സോ മൂപ്പര് നീറ്റ് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മാസം എടുത്തു, 2 മാസം എടുത്തു, 3 മാസം എടുത്തു, 4 മാസം എടുത്തു, ഒരു നീണ്ട കാലയളവ്. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിന് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ട് പറയും, മെറിൻ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ദ നീറ്റ് എക്സാംസ്. താങ്ക് യു എവറി വൺ. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്.